നമസ്കാരം. ഇന്ത്യയെ തന്ത്രപരമായ പങ്കാളിയായി കണക്കാക്കുന്ന അമേരിക്ക അതേസമയം ഇന്ത്യയുടെ പരമ്പരാഗത പ്രതിയോഗിയായ പാകിസ്ഥാനുമായി അടുക്കുന്നത് എന്തിനാണ്? ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയുമായി തീരുവയുദ്ധം കാരണം ബന്ധമുലയുമ്പോൾ വൈറ്റ് ഹൗസ് ഇസ്ലാമാബാദിനായി ചുവപ്പ് പരവതാനി വിരിക്കുന്നതിലെ ദുരൂഹത എന്താണ്? കഴിഞ്ഞ 4 മാസത്തിനിടെ പാക് സേനാ മേധാവി അസീം മുനീറിന് 3 തവണ സന്ദർശനാനുമതി നൽകിയതും ഒരു സൈനിക മേധാവിക്ക് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സ്വകാര്യ വിരുന്ന് ഒരുക്കിയതും നയതന്ത്ര ചരിത്രത്തിലെ അസാധാരണ ഏടുകളാണ്. ഇത് വെറും ട്രംപിന്റെ ബിസിനസ് താല്പര്യം മാത്രമാണോ? അതോ പാകിസ്ഥാന്റെ അപൂർവ ധാതുക്കളിൽ കണ്ണുവെച്ചുകൊണ്ട് ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു രാജ്യത്തെ മുൻനിരയിലേക്ക് കൊണ്ടുവരാനുള്ള തന്ത്രപരമായ നീക്കമാണോ? സൗദി അറേബ്യയുമായുള്ള പ്രതിരോധ കരാറിന് പിന്നാലെ അമേരിക്കയും പാകിസ്ഥാനുമായി സമാനമായ ഒരു ഉടമ്പടിയിൽ ഒപ്പുവെക്കുമോ എന്ന ചോദ്യം അന്താരാഷ്ട്ര സുരക്ഷയ്ക്ക് തന്നെ ഭീഷണി ഉയർത്തുന്നു. ഏഷ്യൻ രാഷ്ട്രീയത്തിന്റെ ഈ പുതിയ സമവാക്യം ഇന്ത്യക്ക് മുന്നിൽ ഉയർത്തുന്ന വെല്ലുവിളികൾ ചെറുതല്ല. മുൻപൊന്നുമില്ലാത്ത രീതിയിൽ അമേരിക്കയും പാകിസ്ഥാനും തമ്മിൽ അടുക്കുകയാണ്. അതിന്റെ തെളിവുകൾ ഓരോന്നോരോന്നായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. ഓപ്പറേഷൻ സിന്ദൂറിന് പിന്നാലെ ജൂണിൽ 5 ദിവസത്തെ സന്ദർശനത്തിന് US-ലെത്തിയ അസീം മുനീറിന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സ്വകാര്യ വിരുന്ന് ഒരുക്കി നൽകി. ആദ്യമായാണ് പാകിസ്ഥാന്റെ ഒരു സൈനിക മേധാവിയെ US വിരുന്നിന് ക്ഷണിച്ചത്. രാജ്യത്തിന്റെ പ്രസിഡന്റ്, പ്രധാനമന്ത്രി പദങ്ങൾ വഹിക്കാത്ത ഒരാളെ ഇത്തരത്തിൽ ക്ഷണിച്ചത്, സ്വകാര്യ വിരുന്നും നൽകിയതും അസാധാരണമായ നീക്കമായി തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. പിന്നാലെ പാക് തീരത്തെ എണ്ണ പരിവേഷണം അടക്കമുള്ള വ്യാപാര കരാറുകളിൽ ഇരു രാജ്യങ്ങളും ഒപ്പിട്ടു. US സെൻട്രൽ കമാൻഡ് മേധാവി ജനറൽ മൈക്കിൾ എറിക് ജൂലൈ 26 മുതൽ 3 ദിവസത്തെ സന്ദർശനത്തിന് പാകിസ്ഥാനിലെത്തിയിരുന്നു. ഓഗസ്റ്റിൽ അസീം മുനീർ വീണ്ടും US സന്ദർശിച്ചു. ഫ്ലോറിഡയിലെ ഡാംബയിൽ ജനറൽ മൈക്കിൾ എറിക് കുറിലയുടെ വിടവാങ്ങൽ ചടങ്ങിൽ പങ്കെടുക്കാൻ US സന്ദർശിക്കുന്നുവെന്നായിരുന്നു ഔദ്യോഗിക ഭാഷ്യം. എന്നാൽ US സംയുക്ത സേനാ മേധാവി ജനറൽ ഡാൻ കെയ്ൻ ഉൾപ്പെടെയുള്ള സൈനിക നേതൃത്വവുമായും ഉന്നത ഉദ്യോഗസ്ഥരുമായും അസീം മുനീർ കൂടിക്കാഴ്ച നടത്തിയെന്നാണ് റിപ്പോർട്ടുകൾ. പിന്നാലെ പാകിസ്ഥാനിലെ ബലൂചിസ്ഥാൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സായുധ സംഘമായ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയെ വിദേശ ഭീകര സംഘടനയായി US പ്രഖ്യാപിച്ചു. ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി പാകിസ്ഥാൻ സർക്കാരിന് എന്നും തലവേദനയാണ്. ഇതിനുശേഷം സെപ്റ്റംബർ 26-ന് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫും സേനാ മേധാവി അസീം മുനീറും വീണ്ടും US സന്ദർശിച്ചിരിക്കുന്നു. 6 വർഷത്തിനിടെ വൈറ്റ് ഹൗസ് സന്ദർശിച്ച ആദ്യത്തെ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയാണ് ഷഹബാസ് ഷെരീഫ് എന്ന് എടുത്തു പറയണം. US പ്രസിഡന്റിന് അത്യപൂർവ ധാതുക്കൾ സമ്മാനിക്കുന്ന ചിത്രങ്ങൾ പിന്നാലെ പുറത്തു വന്നിരുന്നു. പ്രസിഡന്റ് ട്രംപ്, വൈസ് പ്രസിഡന്റ് JD വാൻസ്, സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ എന്നിവർ പങ്കെടുത്ത കൂടിക്കാഴ്ച ഏകദേശം 1.5 മണിക്കൂറോളം നീണ്ടിരുന്നു. സമാധാന ദൂതനായി ട്രംപിനെ അടുത്തിടെ വിശേഷിപ്പിച്ച ഷഹബാസ് ഷെരീഫ് സംഘർഷം അവസാനിപ്പിക്കുന്നതിന് സഹായിച്ചതിന് അഭിനന്ദിക്കുകയും ചെയ്തിരുന്നു. ട്രംപ് സമാധാന നോബൽ അർഹിക്കുന്നുവെന്ന് അസീം മുനീർ പറഞ്ഞു പുകഴ്ത്തുകയും ചെയ്തു. കഴിഞ്ഞ 6 മാസത്തിനുള്ളിൽ 3 തവണയാണ് അസീം മുനീർ അമേരിക്കയിൽ എത്തിയത്. റാവൽപിണ്ടിയിലെ പള്ളി ഇമാമും സ്കൂൾ അധ്യാപകനുമായ സെയ്ദ് സർവാർ മുനീറിന്റെ മകനായി ജനിച്ച അസീം മുനീർ കടുത്ത യാഥാസ്ഥിതികനാണ്. ജെയ്ഷെ മുഹമ്മദ് അടക്കമുള്ള കടുത്ത ഇന്ത്യ വിരുദ്ധ ഭീകരവാദികളെ ഒപ്പം കൂട്ടിയാണ് അസീം മുനീർ പാകിസ്ഥാന്റെ കടിഞ്ഞാൺ പിടിച്ചെടുക്കാൻ ശ്രമിച്ചത്. രാഷ്ട്രീയ നേതൃത്വത്തിന് തെല്ലും ശക്തിയില്ലാത്ത പാകിസ്ഥാനിൽ സേനാ തലവനാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നതെന്ന് പകൽ പോലെ വ്യക്തമാണ്. അമേരിക്ക പാകിസ്ഥാനോട് കൂട്ടുകൂടുന്നത് ആശങ്കയോടുകൂടി മാത്രമേ ഇന്ത്യക്ക് കാണാനാകൂ. ട്രംപിനെല്ലാം ബിസിനസ് മാത്രമാണ്. അടിസ്ഥാനപരമായി ട്രംപ് ഒരു ബിസിനസ്സുകാരനാണ്. പാകിസ്ഥാന്റെ അപൂർവ ധാതുക്കളിൽ US-ന് താല്പര്യമുണ്ട്. പാകിസ്ഥാനിലെ ഏറ്റവും വലിയ ഖനന കമ്പനിയായ ഫ്രോയിന്റ് വർക്സ് ഓർഗനൈസേഷൻ US കമ്പനിയുമായി ധാരണാപത്രം ഒപ്പുവെച്ചിട്ടുണ്ട്. പാകിസ്ഥാന്റെ ഊർജ, ഖനന, കാർഷിക മേഖലകളിലെ US നിക്ഷേപത്തിന് പകരമായി പാകിസ്ഥാന് കുറഞ്ഞ തീരുവ ട്രംപ് ഉറപ്പു നൽകിയിരുന്നു. പാകിസ്ഥാനിൽ നിന്നുള്ള വസ്ത്രം, കൃഷി ഉൽപ്പന്നങ്ങൾ, IT സേവനങ്ങൾ തുടങ്ങിയവയ്ക്ക് കുറവ് തീരുവയാണ് US ഈടാക്കുന്നത്. ലോകം ഇതുവരെ കാണാത്ത രീതിയിൽ അമേരിക്കയും പാകിസ്ഥാനും തമ്മിൽ അടുക്കുകയാണ്. അമേരിക്കയെ കൂട്ടുപിടിച്ച് ഇന്ത്യക്ക് പണി തരാനാണോ എന്നൊരു ചോദ്യം ഉയരുന്നുണ്ട്. നയതന്ത്ര ബന്ധത്തിൽ പല നീക്കങ്ങളും പാകിസ്ഥാൻ അടുത്ത കാലത്തായി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ അടുത്ത് തന്നെ സൗദി അറേബ്യയുമായി മറ്റൊരു പ്രതിരോധ കരാറിൽ പാകിസ്ഥാൻ ഒപ്പുവെച്ചിരുന്നു. ഏതെങ്കിലും ഒരു രാജ്യത്തിനെതിരായ ആക്രമണം ഇരു രാജ്യങ്ങൾക്കും എതിരായ ആക്രമണമായി കണക്കാക്കുമെന്നതായിരുന്നു ആ കരാർ. അതായത് പാകിസ്ഥാനെ വേറൊരു രാജ്യം ആക്രമിച്ചാൽ സൗദിയെ ആക്രമിച്ചതായി കണക്കാക്കും. ഇനി സൗദി അറേബ്യ മറ്റൊരു രാജ്യം ആക്രമിച്ചാൽ അത് പാകിസ്ഥാനെയും ആക്രമിച്ചതായി കണക്കാക്കും എന്നതായിരുന്നു കരാർ. പാകിസ്ഥാനുമായി സൗദി അറേബ്യ പ്രതിരോധ കരാറിൽ ഒപ്പുവെച്ച പോലെ ഭാവിയിൽ അമേരിക്കയും അങ്ങനെ ഒരു പ്രതിരോധ കരാറിൽ ഒപ്പുവെക്കുമോ എന്ന ചോദ്യവും ഉണ്ട്.
ഭീകരവാദത്തെ പാലൂട്ടി വളർത്തുകയും സ്പോൺസർ ചെയ്യുകയും ചെയ്യുന്ന ഒരു രാജ്യത്തെ വളർത്താനുള്ള അമേരിക്കയുടെ നീക്കം ഇന്ത്യക്ക് മാത്രമല്ല ലോകത്തിന് തന്നെ ഭീഷണിയായി മാറുമെന്നതിൽ സംശയമില്ല. ന്യൂസ് ഡെസ്ക് ഈനാട് മലയാളം.